നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ. കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ ബിഗ് ബോസ് ഹൗസിൽ അടുക്കളയിൽ വെച്ച് നടന്നിട്ടുള്ള അനീഷും ഷാനവാസും തമ്മിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ മാത്രമല്ല, വളരെ സീരിയസ് ഫൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ അടിപിടി അവിടെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന അടിപിടികളൊക്കെയാണ് നമ്മൾ ഈ ഫൈറ്റ് എന്നുള്ളത്. ഇത് ഫൈറ്റ് ബിയോണ്ട് ഫൈറ്റാണ്, ഫൈറ്റിനേക്കാളും കൂടുതലാണ്. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നോക്കൂ, ഈ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു കോംബോ അവിടെ ബിഗ് ബോസിൽ നടന്നതൊക്കെ പുറത്ത് ഒരുപാട് പേര് എൻജോയ് ചെയ്തിരുന്നു. ഞാൻ ഷാനവാസിനെ പല വിഷയങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഷാനവാസിൻ്റെ പ്രവൃത്തി കാരണം ഞാൻ കണ്ടിട്ടുള്ള ലൈവ് കംപ്ലീറ്റ് കണ്ടിട്ടുള്ള വിഷയങ്ങൾ അത്യാവശ്യം നല്ലോണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഷാനവാസിനെ ഒരു തരി പോലും എനിക്ക് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു സംഗതി കണ്ടവർക്കറിയാം. അനീഷിൻ്റെ ഭാഗത്തു നിന്ന് അത്രയും സിൻസിയറായിട്ടായിരുന്നു അനീഷ് ഷാനവാസിനുള്ള റിലേഷൻഷിപ്പ് വെച്ച് പുലർത്തിയിരുന്നത്. വിഷയം ജിത്തു ജോസഫ് എല്ലാവരും കൂടി വന്ന സമയത്ത് അനീഷ് കഥ പറഞ്ഞതിന് കിട്ടിയിട്ടുള്ള ഒരു കോയിനാണ്. അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് വളരെ കൃത്യമായിട്ട് വളരെ ബിഗ് ബോസ് എന്ന് കണ്ട് നമുക്കറിയാം. അയാൾ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വില കൽപ്പിക്കുന്നതാണ്. മറ്റുള്ള പല ആൾക്കാരും ഈ കിട്ടിയ കോയിന് കൊണ്ട് കിട്ടാവുന്ന ചോക്ലേറ്റിനാണെങ്കിലും മറ്റുള്ള ഐറ്റംസിനും വില കൊടുക്കുന്ന സമയത്ത് അയാൾ ഏറ്റവും കൂടുതൽ വില കൊടുത്തിരുന്നത് അയാൾക്ക് ജിത്തു ജോസഫിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കോയിനാണ്. ഇങ്ങനത്തെ പല ആൾക്കാരും നമ്മുടെ ലൈഫിൽ കണ്ടുമുട്ടുന്നുണ്ട് അല്ലേ? അതുപോലത്തെ ഒരു വ്യക്തിയാണ് അനീഷ്. അപ്പോൾ അത്രയും പ്രഷ്യസ് ആയിട്ട് അനീഷ് വിചാരിച്ചിരുന്ന ആ ഒരു കോയിൻ ആദില, നൂറ, അനുമോൾ ഈ ടീം അടിച്ചു മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അവർ പ്ലാനിട്ടിട്ട് അടിച്ചു മാറ്റി ഒരു ഫണ്ട് രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അവരടിച്ചു മാറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവനും ചേർന്നു, ഷാനവാസും ചേർന്നു. ഷാനവാസ് ചേർന്നതിലും കുഴപ്പമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഷാനവാസും അതിൽ ചേർന്നു. 1.5 ദിവസം ആ മനുഷ്യൻ വെയിറ്റ് ചെയ്തു ആ കോയിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ആ കോയിൻ കയ്യിലുള്ളത് ആദില അന്ന് ഈ ഷാനവാസോടെ സോഫയിൽ കിടക്കുന്ന സമയത്ത് ആദില കൊണ്ടുപോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ആ കോയിൻ ഇട്ട് കൊടുത്തു. അതായത് ഷാനവാസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ കോയിൻ ഉള്ളത്. ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അനീഷ് അന്ന് വളരെ കൃത്യമായിട്ട് ഷാനവാസിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ നിന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, കംപ്ലീറ്റായിട്ട് ഞാൻ വിശ്വസിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് അനീഷ് പറഞ്ഞു. പിന്നെ ഷാനവാസിൻ്റെയും നെവിൻ്റെ വിഷയത്തിൽ വിഷയത്തിൽ ഷാനവാസിനെതിരെ നിന്നപ്പോഴും അനീഷിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് അനീഷ് കംപ്ലീറ്റ് ഷാനവാസിനെ അത്രയധികം ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് ഇവൻ്റെ കൂടെ നിൽക്കേണ്ടത്. ആ കൂടെ നിന്നതിനുള്ള പ്രതിഫലമാണ് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ. ഷാനവാസ് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ലോയലല്ല. ഇനിയിപ്പോൾ ആര് നിങ്ങൾ ഫാൻസൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനീഷ് ഷാനവാസ് ബന്ധത്തിൽ ഗെയിമിനകത്ത് പുറത്ത് തിരിഞ്ഞിപ്പോൾ അവർ വല്ലതും കാണിക്കുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും പറയാണ്, ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ തമ്മിലുണ്ടായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സംഭവം ഷാനവാസ് അനീഷിൻ്റെ പുറകെ നടന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തതെങ്കിലും തിരിച്ച് അനീഷ് എപ്പോഴാണോ അത് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്, ആ കൊടുത്തു തുടങ്ങിയ നിമിഷം മുതൽ ഷാനവാസ് അനീഷിനിട്ടിട്ട് പണിയാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ അത് ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമറെ കടക്കിൽ വെട്ടാനുള്ള പ്ലാനാണ്. എനിക്കറിയില്ല ഈ ഷാനവാസിന് എന്താ ഈ ആദിലിനോടും നൂറേനോട് ഇത്രത്. നമുക്ക് കാണാൻ, എനിക്ക് പേഴ്സണലി കേട്ടോ, ആ കുട്ടികൾ പറയും. ഞാൻ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനിഷ്ടവും ഒരു മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത് അനീഷും ഷാനവാസും തമ്മിലുള്ള ബന്ധമാണ്. അത് വെച്ചിട്ട് ആദിലും നൂറയും ഷാനവാസും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഷാനവാസും അനീഷും ഇത്രയധികം ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന സിറ്റുവേഷനിൽ ആദില ആൻഡ് നൂറ ഇവർ രണ്ടുപേരും വളരെ കൃത്യമായിട്ട് അനീഷിനെ മാക്സിമം ടോർച്ചർ ചെയ്തിട്ടുള്ളൂ. ആ ടോർച്ചർ ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു കാരണവശാലും ഷാനവാസ് കൂട്ടു നിൽക്കരുതായിരുന്നു. അത് മാത്രമാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. കിച്ചണിൽ നടന്നിട്ടുള്ള വഴക്ക് എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല, ലൈവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഭാഗത്ത് അത്രയധികം ന്യായം ഉണ്ടെന്നുള്ളതും അയാളൊരു ശുദ്ധനാണ്, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വ്യക്തിയെന്ന് എനിക്ക് തുടക്കം തൊട്ടേ ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഷാനവാസ് നല്ലൊരു ആക്ടറാണ്, അയാളൊരു ഗെയിമറാണ്. ഷാനവാസിൻ്റെ ഗെയിമിനെ പറ്റി ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിനെ ഞാൻ പല സിറ്റുവേഷനിലും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു കാരണവശാലും എനിക്ക് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഷാനവാസിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഗെയിം ഫ്രണ്ട്ഷിപ്പിൽ മിക്സ് ചെയ്തു. അതിനുള്ളിൽ അവർ ഷാനവാസിനൊരു പക്ഷേ ആ വിഷയം നെവിൻ്റെ വിഷയം വന്ന സമയത്ത് തന്നെ ഷാനവാസിന് ചിന്തിക്കായിരുന്നു. കാരണം
ഷാനവാസ് അവിടെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. ഷാനവാസ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചിരുന്ന, കോർണറിങ് അനുഭവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അത്രയും വിഷമിക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ അവിടെ വേറെ യാതൊരു തിരിച്ചൊന്നും പ്രതിഫലം ഇച്ഛിക്കാതെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചിട്ട് അനീഷ് ഈ ഒരു വിഷയത്തിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്താണ്. ഇന്ന് രാവിലെ ഷാനവാസ് അനീഷും തമ്മിലുള്ള സംസാരത്തിൽ അനീഷ് ഈ ഒരു കാര്യം എടുത്തു പറയുകയും ചെയ്തു. ഇവിടെ നിൻ്റെ ആ ഒരു വിഷയം നടന്ന സമയത്ത് ഞാൻ എല്ലാവരും വെറുപ്പ് സമ്പാദിച്ചിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കത് കിട്ടണം, നീ എനിക്കത് തന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ അനീഷ് കുറച്ച് മുന്നേ പറഞ്ഞ് ജസ്റ്റ് ലൈവിലുണ്ടായുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായി. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ബൈ നൗ അനീഷ് ഷുഡ് റിയലൈസ് ദാറ്റ് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു ഗെയിമറാണെന്നുള്ളതും ഗെയിമിൻ്റെ നമ്മളിപ്പോൾ കഴിഞ്ഞ പല സീസണുകളിലും ഈ ഗെയിമിന് വേണ്ടി ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സംഗതി നടിച്ചതിന് ശേഷം അതിൽ വെള്ളം ചേർത്തിട്ട് ഗെയിമിന് വേണ്ടി നടക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒരിക്കലും എനിക്ക് പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അനീഷിൻ്റെ പ്രോബ്ലം ആ കോയിനാണ് എന്നുള്ള കാര്യവും അനീഷിൻ്റെ ക്യാരക്ടറും ഏകദേശം ഷാനവാസിനെ മനസ്സിലായ സ്ഥിതിക്ക് ഒരുപടി അനീഷ് ആദിലിനും നൂറിനും എനിക്കറിയില്ല എന്താണ് അവൻ്റെ ഇത് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഈ പിന്നെ ആദിലേക്ക് പല ആൾക്കാർക്കും എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പറയുന്നത്, എന്ത് കണ്ടിട്ടാണ് ഈ ഷാനവാസ് മറ്റവരെ മൂടും താങ്ങി നടക്കുന്നത്. അപ്പോൾ അനീഷും ഷാനവാസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും അത് വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ഷാനവാസ് ഡെഫിനറ്റ്ലി ആ കോയിൻ ഒരിക്കലും ആദിലിൻ്റെയും നൂറയുടെയും അനുമോളുടെയും ഈ കളിക്കൊരിക്കലും നിൽക്കരുത്. ഫണ്ണ് കുറച്ച് ദിവസമൊക്കെ ഒന്നര ദിവസം എൻജോയ് ചെയ്തു, അത് ആ പാവത്തിന് അച്ഛൻ അനീഷിന് കൊടുക്കണം എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് കൊടുക്കാതിരിക്കുന്നതോടുകൂടി അവൻ്റെ മനസ്സിലുള്ള ആ ഒരു സംഭവം, അവനക്ക് മറ്റുള്ളവരോടുള്ള ആദിലും നൂറേനോടുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ 100-1 കാരണം രാത്രി ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഷാനവാസും ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നതാണ്, ലൈവിലൂടെ വരുന്ന സംഗതികളൊക്കെ കേൾക്കുന്നതാണ്. മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഷാനവാസ് ആദിലും നൂറേനോടും കാണിക്കുന്ന അതിൻ്റെ 100-1 അനീഷിനോട് കാണിക്കുന്നില്ല. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പിന്നീട് ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ട് ദൈവം നടക്കുകയാണെങ്കിൽ തന്നെ അനീഷ് ആ ഒരു സംഗതി മനസ്സിലാക്കിയിട്ട് അനീഷ് മുന്നോട്ട് എന്ത് ചെയ്യണം, ഗോയിങ് ഫോർവേഡ് അനീഷ് റിയലൈസ് ചെയ്യേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഷാനവാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗെയിമറാണ്, അതിന് ഒരു ഉപരി അയാൾ തെളിയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. ഈ ആക്ടിങ്ങിൽ വീഴാതിരിക്കുക. അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്, ദി സോ കോൾഡ് സെലിബ്രിറ്റി അല്ല. ഇന്ന് രാവിലെ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് സെലിബ്രിറ്റീസിൻ്റെ കാര്യങ്ങളും അവിടുത്തെ ഉദ്ഘാടനം അങ്ങനത്തെ സംഭവം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു ഫംഗ്ഷൻ നടന്ന കാര്യമൊക്കെ പറയണം. അപ്പോൾ ഇതൊരു സെലിബ്രിറ്റി റേഞ്ചിലുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി ഫിഗറിലും ഈ ഒരു ആക്ടിങ്ങിലും ദയവ് ചെയ്ത് ഇവൻ വീഴാൻ പാടില്ലെന്ന് അനീഷ്. സത്യം പറഞ്ഞാൽ ഗെയിം കുറച്ച് ദിവസത്തെ ഗെയിം ഇവൻ നശിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അനീഷ് സ്വയം നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒന്നും കൂടി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് ചിരിച്ചുകൊണ്ട് മയക്കിക്കൊണ്ട് അനീഷിനെ വളരെ കൃത്യമായി വഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ അനീഷ് തിരിച്ച് വീണ്ടും ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നത് അനീഷ് ഫേക്കാണ് എന്നുള്ളതൊക്കെ മറ്റൊരു പറഞ്ഞുണ്ടാക്കും. കാരണം വെച്ചാൽ നീ ആദ്യം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നതിന് ശേഷം പിന്നീട് നീ പറഞ്ഞ പോലെ ഷാനവാസിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നീ വീണു. അപ്പോൾ നിൻ്റെ സ്വഭാവം വേറെ. ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നുള്ളതിനുള്ളിൽ വന്ന ആൾ പിന്നീട് ഫ്രണ്ട്ഷിപ്പ് തുടർന്നു. അപ്പോൾ നീ പക്കാ ഫേക്കാണ്. ഓൾറെഡി ഈ ഒരു സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ഇതിൽ എടുത്തിടുകയും ചെയ്യും. ഈ എടുത്തിടുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഷാനവാസിനൊരു പ്രശ്നം വന്നാൽ അനീഷ് കൂടെ നിൽക്കും എന്നുള്ള കണ്ടീഷനിൽ, അതുപോലെ അനീഷിനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഷാനവാസ് കൂടെ നിൽക്കും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഇത് എൻ്റെ ഒരു തോന്നലാണ്. കാരണം എന്താ വെച്ചാൽ ആദില നൂറ എനിക്ക് അനീഷിൻ്റെ ഒരു വിഷയത്തിൽ എനിക്ക് ഈ 2 പെണ്ണുങ്ങൾ ഇഷ്ടമല്ല. അതിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദില അനീഷിനോട് ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ചെങ്കിലും അനീഷിനോട് തുള്ളിയെങ്കിലും ഷാനവാസിന് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആ കോയിൻ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ട. ആ കോയിൻ തിരിച്ചു കൊടുത്തിട്ട് ഫണ്ണാണ്, അത് മനസ്സിലാക്കി കൊടുക്കുക വേണ്ട. എന്തിനാ ഇവൻ ഈ പെണ്ണുങ്ങളെ കൂടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള അറിയില്ല. രാത്രിയൊക്കെ ലൈവ് കണ്ടവർക്ക് അല്ലെങ്കിൽ ലൈവ് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ലൈവ് കണ്ടതിന് ശേഷം മാത്രം, നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിഷയം അറിയെങ്കിൽ മാത്രം നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനാൽ അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാതെ ദയവ് ചെയ്ത് രുദ്രൻ്റെയും ആ ബെറ്റയും ഫാനായിട്ടും അല്ലെങ്കിൽ ആദിലനൂറുടെ വിഷയത്തിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് ഫാനായിട്ട് മാത്രം ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാതിരിക്കുക. ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് വിഷയങ്ങൾ ലൈവ് നിങ്ങൾ പരിപൂർണമായിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ പോലെ മാത്രമേ ചിന്തിക്കുള്ളൂ. എന്നോട് ഒരുപാട് എത്ര മെസ്സേജാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കിടക്കുന്നറിയോ. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് വെറുത്ത് പോയി ഷാനവാസ് എന്തിനാണ് ചെയ്യുന്നു എന്നുള്ളത്. അനീഷ് ഒരു സാധാരണക്കാരനാണ്. അയാളെ സപ്പോർട്ട് ചെയ്യണം. അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. വെറുതെ കയറിയിട്ട് കഴിഞ്ഞ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള കോമണേഴ്സിൻ്റെ പോലുള്ള ഒരു വ്യക്തിയല്ല. അയാൾക്ക് ബിഗ് ബോസിൻ്റെ വിന്നർ ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അത് അട്ടിമറിക്കാൻ അവിടെ പല കാരണങ്ങളും നടക്കുന്നുണ്ട്.
പക്ഷെ അത് നമുക്ക് പുറത്തുനിന്ന് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അയക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ PR ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വളരെ കൃത്യമായിട്ടുള്ള PR ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ആരൊക്കെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു, ആരാണ് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. വീഡിയോസ് കാണുമ്പോൾ പല ആൾക്കാരുടെയും വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആരൊക്കെ PR ചെയ്യുന്നതെന്നുള്ളത്. എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വളരെ കൃത്യമായിട്ട് അറിയാം PR ഉണ്ടെന്നുള്ളത്. അനീഷിന് ഈ വക സംഗതികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്നെ ലൈവ് കാണുക, ലൈവ് കണ്ടിട്ട് കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കുക. ഇത്ര മാത്രമേ പറയുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.